diffraction grating for degree classes. ഗ്രേറ്റിങ്ങിൻ്റെ തിയറി ഒരു പോസ്റ്റിംഗ് ഞാൻ നേരത്തെ കൊടുത്തിട്ടുണ്ട്. പോസ്റ്റിംഗ് നമ്പർ 1220 1220 നമ്പർ പോസ്റ്റിംഗ് അല്ലെ പ്ലേലിസ്റ്റ് BSc ഡിഫ്രാക്ഷൻ എന്നും പറഞ്ഞ് പ്ലേലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂവേഷനാണ് ഇന്ന്. ഒരു പോസ്റ്റിംഗ് കൂടെ ഗ്രേറ്റിങ്ങിന് വേണ്ടി വരും. പിന്നീട് റിസോൾവിങ് പവർ ചർച്ച ചെയ്യുമ്പോൾ ആ സമയത്തും ഗ്രേറ്റിംഗ് ചർച്ച ചെയ്യും. ഇന്നിപ്പോൾ ഡിഫ്രാക്ഷൻ്റെ ഗ്രേറ്റിങ്ങിൻ്റെ ഇക്വേഷൻ നമ്മൾ ജനറൽ ഇക്വേഷൻ കണ്ടു. ഇനി അതിൻ്റെ ഡിസ്കഷനാണ് ഇപ്പോൾ നടത്തുക. പാരലൽ ബീം ഓഫ് ലൈറ്റ് അല്ലെ പ്ലെയിൻ വേവ് ഫ്രണ്ട് ഒരു ഗ്രേറ്റിംഗ് വന്ന് വീണാൽ അതിൽ കൂടി കടന്നു പോകുന്ന ലൈറ്റ് ഒരു സ്ക്രീനിലെ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഉണ്ടാക്കുന്ന ഇൻറ്റൻസിറ്റി അതിനുള്ള ജനറൽ ഇക്വേഷനാണ്. ഇതിനെ മോഡുലേറ്റഡ് ഇക്വേഷൻ ഓഫ് ഗ്രേറ്റിംഗ് എന്ന് പറയാം, അല്ലെ ജനറൽ ഇക്വേഷൻ ഓഫ് ഗ്രേറ്റിംഗ് എന്ന് പറയാം. ഇൻറ്റൻസിറ്റി അറ്റ് എ പോയിന്റ് on the screen അല്ലെങ്കിൽ on the retina of the eye. I equals I0 into sin 5/2 by 5/2 the whole square into sin nt delta by 2 by sin delta by 2 the whole square. ഇത് ഡിഫ്രാക്ഷൻ അറ്റ് എ സിംഗിൾ സ്ലിറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ടേമാണ് ഡിഫ്രാക്ഷൻ ടേം. ഇത് മൊത്തം സ്ലിറ്റുകൾ ചേർന്നുണ്ടാക്കുന്ന ഇൻ്റർഫറൻസ് എഫക്റ്റിനെ കാണിക്കുന്ന ടേമ. ഈസ് ദി ടോട്ടൽ നമ്പർ ഓഫ് സ്ലിറ്റ്സ് ഇൻ ദി ഗ്രേറ്റിംഗ്. ദി ഇൻ്റർഫറൻസ് ടേം ഫോർ സ്ലിറ്റ്സ് അത് ഇതാ സൈൻ NT ഇൻറ്റു ഡെൽറ്റ ബൈ 2 ബൈ സൈൻ ഡെൽറ്റ ബൈ 2 ദി ഹോൾ സ്ക്വയർ ഈക്വൽസ് ഡെൽറ്റ ബൈ 2 ഗാമ എന്നിരിക്കട്ടെ സൈൻ NT ഗാമ ബൈ സൈൻ ഗാമ ദി ഹോൾ സ്ക്വയർ. ഇവിടെ ഫൈ എന്ന് പറയുന്നത് 2π ബൈ ലാംഡ ഇൻറ്റു എ സൈൻ തീറ്റ. എ ഈസ് ദി വിഡ്ത്ത് ഓഫ് എ സ്ലിറ്റ്, തീറ്റ ഈസ് ദി ആംഗിൾ ഓഫ് ഡിഫ്രാക്ഷൻ, ഗാമ ഈസ് ഡെൽറ്റ ബൈ 2 ദറ്റ് ഈസ് പൈ ബൈ ലാംഡ ഇൻറ്റു എ പ്ലസ് ബി സൈൻ തീറ്റ. A is the slit width and B is the distance between two adjacent slits. A plus B ക്ക് പറയുന്ന പേര് ഗ്രേറ്റിംഗ് എലമെൻറ്റ് എന്ന. ലാംഡ is the wavelength of the incident light. ഇതിൽ ഈ ഡിഫ്രാക്ഷൻ ടേം ഇൻ്റർഫറൻസിൻ്റെ ഇൻ്റർഫറൻസ് കൊണ്ട് മാക്സിമം ഇൻറ്റൻസിറ്റി ഉണ്ടാവണമെങ്കിൽ ഈ ടേം അങ്ങ് മാക്സിമം ആയിരിക്കണം എന്ന് പറഞ്ഞാൽ സൈൻ NT ഗാമ ബൈ സൈൻ ഗാമ ഷുഡ് ബി എ മാക്സിമം. അത് നമുക്ക് ഹോസ്പിറ്റൽസ് റൂൾ വെച്ച് കണ്ടുപിടിക്കാം. ലിമിറ്റ് ഗാമ ടെൻസ് ടു M പൈ വേർ M ഈക്വൽ 0 1 2 3 ഇൻറ്റീജറാ ഓഫ് സൈൻ NT ഗാമ ബൈ സൈൻ ഗാമ ഈക്വൽസ് ലിമിറ്റ് ഗാമ ടെൻസ് ടു M പൈ. ഇതിൻ്റെ ഡിഫറൻഷ്യൽ എടുക്കണം. ഇതിൻ്റെ ഡിഫറൻഷ്യൽ NT കോസ് NT ഗാമ ബൈ സൈൻ ഗാമ ഡിഫറൻഷ്യൽ കോസ് ഗാമ. ഇതിൻ്റെ ഹയസ്റ്റ് വാല്യൂ ഈ രണ്ട് കോസ് ഫാക്ടറും ചേർന്നിട്ട് +or-1 വരാം. അപ്പോൾ ഇതിൻ്റെ മാക്സിമം വാല്യൂ +or-NT എന്ന് വരും. ദാസ് ദി ഇൻ്റർഫറൻസ് ടേം. ഇത് ഈ ഗാമ M പൈ എന്നെടുക്കുമ്പോൾ ഗാമ M പൈ ആകുമ്പോൾ ഇൻ്റർഫറൻസ് കൊണ്ടുള്ള എഫക്റ്റ് മാക്സിമം ആകും. ആ മാക്സിമം ഇൻറ്റൻസിറ്റി ഇതിൻ്റെ സ്ക്വയർ ആണ് എന്ന് പറഞ്ഞാൽ +or-NTയുടെ സ്ക്വയർ. ഇതിൽ ഇത് M പൈ ഗാമ ടെൻസ് ടു M പൈ എന്നാണ്. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു M പൈ എന്ന് നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇൻ്റർഫറൻസ് മാക്സിമത്തിനുള്ള കണ്ടീഷൻ കിട്ടും. The interference term gives maximum values whose intensity is equal to NT square for gamma equals M pi, where M equals 0, 1, 2, 3, etc. integers. Gamma എന്ന് പറഞ്ഞാൽ
pi by lambda into a plus b sin theta equals m pi. Pi cancel ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ a plus b sin theta equals m lambda. This is called grating equation. ഇത് എമ്മിന് 0 1 എമ്മിന് 0 കൊടുക്കുമ്പോൾ സെൻട്രൽ മാക്സിമം കിട്ടും. എമ്മിന് 1 2 3 4 എക്സെട്ര കൊടുക്കുമ്പോൾ മറ്റു മാക്സിമകൾ കിട്ടും. അതിനെയെല്ലാം നമ്മൾ പ്രിൻസിപ്പൽ മാക്സിമ എന്ന വിളിക്കുക. അതിനുള്ളപ്പോൾ പ്രിൻസിപ്പൽ മാക്സിമയ്ക്കുള്ള കണ്ടീഷൻ ഏത്? അപ്പോൾ കോൾഡ് ഗ്രേറ്റിംഗ് ഇക്വേഷൻ ഫോർ പ്രിൻസിപ്പൽ മാക്സിമ. The relative intensities of different orders m are governed by single slit diffraction term sin 5/2 by 5/2 the whole square. അപ്പോൾ ഈ ഇൻ്റർഫറൻസ് എഫക്റ്റിൻ്റെ കൂടെ ഡിഫ്രാക്ഷൻ എഫക്റ്റും കൂടി ചേർന്ന് വരുമ്പോഴാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന പാറ്റേണിൻ്റെ ഇൻറ്റൻസിറ്റി മോഡിഫൈഡ് ആയിരിക്കും. ഡിഫ്രാക്ഷൻ എഫക്റ്റും ഇൻ്റർഫറൻസ് എഫക്റ്റും അവിടെ ഒന്നിച്ച് കയറി വരിക. ഇനി ഈ മിനിമ ആൻഡ് സെക്കൻഡറി മാക്സിമ സൈൻ എൻ ടി ഗാമ ബൈ സൈൻ ഗാമ ദി ഹോൾ സ്ക്വയർ, ഇതാണല്ലോ ഡിഫ്രാക്ഷൻ ടേം, ഇൻ്റർഫറൻസ് ടേം. ദി ന്യൂമറേറ്റർ becomes 0 more often than the denominator. 4 അപ്പോൾ ന്യൂമറേറ്റർ അങ്ങ് മിനിമം ആകുക. അത് പെട്ടെന്ന് മിനിമം ആകുക. കാരണം ഗാമയൊക്കെ കൂടുതൽ എൻ ടി ഗാമ. എൻ ടി ഈസ് ടോട്ടൽ നമ്പർ ഓഫ് സ്ലിറ്റ്സ്. ഫോർ എൻ ടി ഗാമ ഈക്വൽസ് ഇത് 0 ആകണമെങ്കിൽ എൻ ടി ഗാമ ഷുഡ് ബി 0 പൈ 2 പൈ എക്സെട്ര പി പൈ എന്നിരിക്കട്ടെ. Thus the condition for a minimum is gamma equal n gamma equals nt gamma equals p pi, or gamma equals p pi by nt. Gamma എന്ന് പറഞ്ഞാൽ pi by lambda into a plus b sin theta, that is equal to p pi by nt, or from which a plus b sin theta equals p lambda by nt. p is 0 എടുക്കാൻ പറ്റില്ല, കാരണം 0 എടുത്തു കഴിഞ്ഞാൽ സെൻട്രൽ മാക്സിമം ആയി പോകും. പിന്നെ പിക്ക് എടുക്കാവുന്ന വാല്യൂസ് 1 2 3 4 എക്സെട്ര. അപ്പോൾ എ പ്ലസ് ബി സൈൻ തീറ്റ ഈക്വൽസ് മിനിമം കിട്ടുന്നത് 4 ലാംഡ പിക്ക് 1 2 എന്നൊക്കെ കൊടുക്കുക. ലാംഡ ബൈ എൻ ടി, 2 ലാംഡ ബൈ എൻ ടി, 3 ലാംഡ ബൈ എൻ ടി എക്സെട്ര. Omitting the values 0 nt by nt lambda എന്ന് പറഞ്ഞാൽ ലാംഡ, 2 nt lambda by nt എന്ന് പറഞ്ഞാൽ 2 ലാംഡ. അപ്പോൾ ഇത് ഈ വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ എ പ്ലസ് ബി സൈൻ തീറ്റ ഈക്വൽ 0 ലാംഡ 2 ലാംഡ, ഈ വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ 3 ലാംഡ, അതെല്ലാം സെക്കൻഡറി മാക്സിമയ്ക്കുള്ള കണ്ടീഷൻസാണ്. അപ്പോൾ ഈ വാല്യൂസ് ഈ പിയുടെ സ്ഥാനത്ത് എൻ ടി 2 എൻ ടി ഇതൊക്കെ ആണെങ്കിൽ നമുക്ക് മാക്സിമങ്ങളാണ് കിട്ടുക. അപ്പോൾ അതല്ലാത്ത വാല്യൂസ് കൊടുക്കണം, വിച്ച് റെപ്രസെൻറ്റ് പ്രിൻസിപ്പൽ മാക്സിമ. ഈ വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ ബിറ്റ്വീൻ 2 അഡ്ജസൻറ്റ് പ്രിൻസിപ്പൽ മാക്സിമ ദർ വിൽ ബി എൻ ടി മൈനസ് 1 മിനിമം. കാരണം ഇപ്പോൾ എൻ ടി ഈക്വൽസ് 2 എന്നിരിക്കട്ടെ. എൻ ടി 2 ആണെങ്കിൽ എ പ്ലസ് ബി സൈൻ തീറ്റ ഈക്വൽസ് പി ലാംഡ ബൈ 2. അതിൽ 0 വിടുക, അത് സെൻട്രൽ മാക്സിമം. എൻ ടി 2 എന്നിട്ട് കഴിഞ്ഞാൽ എൻ ടി 2 ലാംഡ ബൈ 2 എന്ന് പറഞ്ഞാൽ ലാംഡ, അത് ഒരു പ്രിൻസിപ്പൽ മാക്സിമം. 2 എൻ ടി 2 ഇൻറ്റു 2 ബൈ 2 ലാംഡ, 2 ലാംഡ. അപ്പോൾ എൻ ടി 2 ആണെങ്കിൽ രണ്ട് മാക്സിമത്തിനിടയ്ക്ക്, അതായത് ഈ സെക്കൻഡറി മാക്സിമം ഈ സെൻട്രൽ മാക്സിമത്തിന് ഇടയ്ക്ക് ഒരു മാക്സിമം വരുന്നത്. അപ്പോൾ എൻ ടി 2 ആകുമ്പോൾ ഒരു പ്രിൻസിപ്പൽ മാക്സിമമാണ് രണ്ട് അഡ്ജസൻറ്റ് മാക്സിമയ്ക്കിടയ്ക്ക് കിട്ടുക. എൻ ടി 3 ആണെങ്കിൽ ഇതും രണ്ട് മാക്സിമങ്ങൾ കിട്ടും. അപ്പോൾ ചുരുക്കത്തിൽ
between two adjacent principal maxima there will be nt minus 1 minima. ഇനി മിനിമങ്ങളുണ്ടെങ്കിൽ ഈ മിനിമങ്ങൾക്കിടയിൽ തീർച്ചയായിട്ടും മാക്സിമങ്ങൾ വരണം. ഈ പ്രിൻസിപ്പൽ മാക്സിമം കൂടാതെ ഇപ്പം 2 പ്രിൻസിപ്പൽ മാക്സിമം എടുത്തു കഴിഞ്ഞാൽ അതിനിടയ്ക്ക് NT-1 മിനിമകളുണ്ട്. മിനിമകളുണ്ടെങ്കിൽ ആ മിനിമകൾക്കിടയ്ക്ക് മാക്സിമങ്ങൾ വരാം. ഇത്തരം മാക്സിമങ്ങളെ സെക്കൻഡറി മാക്സിമ എന്ന് പറയുക. അപ്പോൾ ബിറ്റ്വീൻ ടു സച്ച് മിനിമ there is a maximum called secondary maximum whose number is NT-2. ഇതിപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് സ്ലിറ്റ്സ് NT5 എന്നിരിക്കട്ടെ. അതിൻ്റെ ഗ്രാഫായി കാണിക്കുന്നത് അത് ഡിഫ്രാക്ഷൻ ടേമിൻ്റെ പാർട്ട് മാത്രമാണ്. സൈൻ സ്ക്വയർ NT ഗാമ ബൈ സൈൻ സ്ക്വയർ ഗാമ. ഇപ്പോൾ ഗ്രാഫ് M0 എന്ന് പറയുമ്പോൾ ഒരു സെൻട്രൽ മാക്സിമമായി M=1 ആകുമ്പോൾ ഫസ്റ്റ് സെക്കൻഡറി മാക്സിമം, M=2 ആകുമ്പോൾ സെക്കൻഡറി മാക്സിമം. അപ്പോൾ ഇതിനിടയ്ക്ക് NT-1 ഇതിപ്പോൾ NT-1 മിനിമങ്ങളുണ്ടാകും. അതായത് 1 2 3 4. അപ്പോൾ NT5 ആകുമ്പോൾ 4 മിനിമങ്ങൾ ഇതിനിടയ്ക്കുണ്ട്. ഈ 4 മിനിമങ്ങൾ ഉണ്ടാകുമ്പോൾ 3 മാക്സിമങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഒരു പർട്ടിക്കുലർ NTക്ക് NT-1 മിനിമങ്ങളുണ്ടാവും, NT-2 സെക്കൻഡറി മാക്സിമകളുണ്ടാകും. 2 പ്രിൻസിപ്പൽ മാക്സിമയ്ക്ക് ഇടയ്ക്ക് ഇൻറ്റൻസിറ്റി NT² പ്രൊപ്പോർഷനിലാന്ന് മുമ്പേ കണ്ടു. ഇവിടെ ഇപ്പോൾ NT5 അപ്പോൾ NT² എന്ന് പറഞ്ഞാൽ 5² 25. അപ്പോൾ 25 യൂണിറ്റ് ഓളം അതിന് പ്രൊപ്പോർഷനലായിട്ടായിരിക്കും ഇൻറ്റൻസിറ്റി. അപ്പോൾ ദിസ് ഗ്രാഫ് ഈസ് ഫോർ NT=5. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത്. ഗ്രേറ്റിംഗ് ഇക്വേഷൻ ഫോം ചെയ്തു. അതിൻ്റെ മാക്സിമം എന്താണ്? സെൻട്രൽ മാക്സിമം കൂടാതെ സെക്കൻഡറി മാക്സിമങ്ങൾ ധാരാളം വരും. അതിൻ്റെ എല്ലാ ഇൻറ്റൻസിറ്റി NT² പ്രൊപ്പോർഷനിലാണ്. പിന്നെ മിനിമയ്ക്കുള്ള കണ്ടീഷൻ കണ്ടുപിടിച്ചു. നമ്പർ ഓഫ് മിനിമ, നമ്പർ ഓഫ് മാക്സിമ ഇതെല്ലാം ചർച്ച ചെയ്തു. ഇനിയും ഗ്രേറ്റിംഗ് സ്പെക്ട്രം ആൻഡ് പിന്നെ ഗ്രേറ്റിങ്ങിൻ്റെ മറ്റ് എല്ലാ ഡീറ്റെയിൽസൊക്കെ ചർച്ച ചെയ്യാനുണ്ട്. റിസോൾവിങ് പവറൊക്കെ അത് നമുക്ക് അടുത്ത വരുന്ന പോസ്റ്റിങ്ങുകളിൽ കാണാം. താങ്ക്